ഹൗ ഡസ് പീപ്പിൾ ഡൈ വെൻ ടേക്കിംഗ് കണ്ടാമിനേറ്റഡ് വാട്ടർ? നിങ്ങളെല്ലാം അറിഞ്ഞാണോ, കഴിഞ്ഞ ദിവസം മധ്യപ്രദേശ് ഇൻഡോറിലെ ഭഗീരഥ്പുര എന്ന് പറഞ്ഞ സ്ഥലത്ത് മാലിന്യം കലർന്ന വെള്ളം ഉപയോഗിച്ചത് മൂലം 6 മാസം പ്രായമുള്ള ഒരു പിഞ്ചു കുട്ടി ഉൾപ്പെടെ നിരവധി പേർ മരിക്കുകയും 1400ഓളം പേര് ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും ചെയ്തു. സോ കണ്ടാമിനേറ്റഡ് വാട്ടർ കൺസ്യൂം ചെയ്താൽ എങ്ങനെയാണ് മരണം ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ സോഴ്സിൽ പലതരത്തിലുള്ള പാത്തോജനിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ടാകാം. ഈക്കോളൈ, കോളിഫോം പോലുള്ള പലതരത്തിലുള്ള ബാക്ടീരിയകൾ, നോറോ വൈറസ്, റോട്ടാ വൈറസ് പോലുള്ള പലതരത്തിലുള്ള വൈറസുകൾ, എൻഡമീബ പോലുള്ള പലതരത്തിലുള്ള പാരസൈറ്റ്സ്, പലതരത്തിലുള്ള ഫംഗസ്, ഈവൻ ടോക്സിക് കെമിക്കൽസും ഹെവി മെറ്റൽസും വരെ ഉണ്ടാകും. ഇതിലേത് നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്താലും അതെല്ലാം നമ്മുടെ ഇൻഡസ്ട്രിയൽ സെൽസിനെ ബാധിക്കുകയും ഇൻഡസ്ട്രിയൽ ലൈനിങ് തകരാറിലാക്കുകയും ഈവൻ നമ്മുടെ ബോഡിയിൽ സെപ്സിസ് വരെ ഉണ്ടാകും. ഇങ്ങനെ എന്തെങ്കിലും സാധനം എൻ്റർ ചെയ്താൽ നമ്മുടെ ബോഡിയിൽ സിവിയർ ഡയറിയ ഉണ്ടാവുകയും നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആവുകയും നമ്മുടെ ബോഡിയിൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ടാവുകയും ചെയ്യും. ഇത് ഏർലി സ്റ്റേജിൽ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ഇതൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ്. കണ്ണ് കുഴിഞ്ഞു പോവുക, നാവും ചുണ്ടും വരണ്ടു വരിക, യൂറിൻ ഔട്ട്പുട്ട് കുറയുക, സ്കിൻ തണുത്തു പോവുക, ഡ്രൈ ആവുക, ഫാസ്റ്റ് ആൻഡ് വീക്ക് പൾസ്, BP കുറഞ്ഞു വരിക, അബോധാവസ്ഥയിലാവുക. ഈ സ്റ്റേജിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഒന്നും എടുക്കാതിരിക്കുകയും ഫ്ലൂയിഡ് റീപ്ലേസ്മെൻറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്താൽ നമ്മുടെ ബോഡി ഷോക്കിലേക്കും കാർഡിയാക് അറസ്റ്റിലേക്കും പിന്നീട് മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയറിലേക്കും പോകും. സോ ആളുകൾ മരിക്കുന്നത് ഇൻഫെക്ഷൻ മൂലമല്ല, മറിച്ച് അതുണ്ടാക്കുന്ന ഡീഹൈഡ്രേഷനും ഇലക്ട്രോലൈറ്റ് ഇംബാലൻസും. സോ കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിലുണ്ടായ ദുരന്തം തികച്ചും ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. സോ ഇനി ഇതുപോലുള്ള സംഭവങ്ങൾ എവിടെ ഉണ്ടാകാതിരിക്കട്ടെ. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ക്യൂരിയസ്. സീ യു നെക്സ്റ്റ് വീഡിയോ.